ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ തിരുവചനം ധ്യാനിപ്പാൻ ഒരവസരം കൂടി നമുക്ക് ഈ ഭൂമിയിൽ ലഭിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ധാരാളമായി തിരുവചനം കേൾക്കുന്നവരാണ്. നമ്മിൽ അനേകരും വചനപ്രകാരം ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചിട്ടുള്ളവരാണ്. ജീവിതത്തിലൊരു തീരുമാനമെടുത്തവരാണ് നാം അനേകരും. പ്രിയപ്പെട്ടവരെ, ദൈനംദിന ജീവിതത്തിൽ കർത്താവ് നമുക്ക് വചനം തന്ന്, കൃപ തന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ആലോചന തന്ന് നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. കർത്താവ് കട്ടായമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും. അങ്ങനെ ഒരാൾ ചെയ്താൽ ഒരുവനെ വെറുത്ത് മറ്റവനെ സ്നേഹിക്കും. അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. അല്ലെങ്കിൽ ഒരുവനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, ഒരേ യജമാനനെ മാത്രമേ യഥാർത്ഥമായി സ്നേഹിക്കുവാനും സേവിക്കുവാനും കഴിയുള്ളൂ. കർത്താവ് പറയാണ്, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന്. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനോട് പറ്റിച്ചേരുമെന്ന്. ദൈവമക്കളെ, അത് കുറച്ചുകൂടി നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാവുന്ന ഒരു രീതിയിൽ ചിന്തിക്കാം. ഒരു മനുഷ്യന് ഒരിക്കലും 2 സ്ഥലത്തേക്ക് ഒപ്പം യാത്ര ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ മനസ്സിലാക്കിയിട്ടുണ്ടോ അത്? പ്രിയപ്പെട്ട, ഒരു മനുഷ്യന് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരു സമയത്ത് പോകാൻ കഴിയുള്ളൂ. എന്നാൽ നമ്മുടെ മനസ്സിന് എത്ര സ്ഥലത്ത് വേണമെങ്കിലും ഒരു സമയത്ത് പോകാൻ കഴിയും. പ്രിയപ്പെട്ട, എന്നാൽ ഒരു മനുഷ്യന് ഒരു സമയത്ത് ഒരു ദിശയിൽ ഒരു സ്ഥലത്തേക്ക് മാത്രമേ പോകാൻ കഴിയൂ. കർത്താവ് പറയാണ്, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലും അത് തന്നെയാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു വൃത്തിനും കഴിയുകയില്ല. അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. അതിനോട് ചേർത്ത് കർത്താവ് പറഞ്ഞിരിക്കാൻ, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല എന്ന്. 2 യജമാനന്മാരെ സേവിപ്പാൻ കഴിയുകയില്ല, ദൈവത്തെയും മാമോനെയും സ്നേഹിപ്പാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന്. അവിടെ ഒരു കാര്യം കൂടി കർത്താവ് ചേർത്താണ് പറഞ്ഞത്. എന്ത്? ദൈവത്തെയും മാമോനെയും ഒരു സമയത്ത് സ്നേഹിക്കാൻ കഴിയുകയില്ല എന്ന്. പ്രിയപ്പെട്ട, ഈ മാമോൻ എന്ന പദം സിറിയക്കാര് ആരാധിച്ചിരുന്ന ഒരു സമ്പത്തിന്റെ ദേവന്റെ പേരാണ്. ആ ദേവനെ ആരാധിച്ചാൽ സമ്പത്ത് ധാരാളമായി ഉണ്ടാകും, കുമിഞ്ഞുകൂടുമെന്ന് സിറിയയിലുള്ളവർ വിശ്വസിച്ചിരുന്നു. അവർ അവനെ ആരാധിച്ചിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. മാമോൻ എന്ന പദം ഒരു ജാരദേവനെ, അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു ഊമവിഗ്രഹമായി, ഒരു പ്രവർത്തിക്കാൻ കഴിയാത്ത ദേവനായിരുന്നുവെങ്കിലും സിറിയക്കാര് അവനെ വിശ്വസിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്തിരുന്നു. സമ്പത്ത് എന്ന അർത്ഥമുള്ള അരാമ്യ പദമാണ് മാമോൻ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, മാമോൻ എന്ന പദത്തിന് അരാമ്യ ഭാഷയിൽ സമ്പത്ത് എന്ന അർത്ഥമുണ്ട്. അതുകൊണ്ട് ധാരാളമായി മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ മാമോൻ പണമാണ്, പണത്തോട് ചേർത്താണെന്ന്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സ്നേഹിപ്പാൻ ഒരുമിച്ച് കഴിയുകയില്ല എന്ന് വ്യക്തമായി കർത്താവ് പറഞ്ഞു. യേശുവിനെ, ദൈവത്തെയും മാമോനെയും സ്നേഹിപ്പാൻ ആർക്കും കഴിയുകയില്ല, 2 യജമാനന്മാരെ സ്നേഹിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന്. പ്രിയപ്പെട്ട, ഈ യജമാനന്മാരെ സ്നേഹിക്കുക, സേവിക്കുക, ആ കാര്യങ്ങളിലെല്ലാം കർത്താവ് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അനേകരുടെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ നാം വിശ്വസ്തരാണോ എന്ന് നാം എപ്പോഴെങ്കിലും ഒക്കെ ചിന്തിക്കാറുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അനീതിയുള്ള മമ്മോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, അനീതിയുള്ള മമ്മോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ. കർത്താവ് പറയണേ, എന്ത്? ഈ അനീതിയുള്ള, സത്യസന്ധതയില്ലാത്ത ഈ പണമാകുന്ന മമ്മോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ. ഇവിടെ ഇന്ന് മനുഷ്യൻ അറിഞ്ഞും അറിയാതെയും ദൈവത്തെക്കാൾ അധികമായി ഈ ലോകത്തെയും പണത്തെയും ലോക സുഖങ്ങളെയും സ്നേഹിക്കുന്ന ഒരു കാലയളവിലാണ് ജീവിക്കുന്നത്. കർത്താവ് പറയാണ്, ഈ അനീതിയുള്ള മമ്മോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീനെന്ന്. അതിൻ്റെ മുകളിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഈ അനീതിയുള്ള മാമോനെ കൊണ്ട് എങ്ങനെയാണ് ഒരാള് സ്നേഹിതന്മാരെ ഉണ്ടാക്കിയതെന്ന്. അതിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, ഒരു യജമാനൻ തൻ്റെ കാര്യവിചാരകനെ ആ ജോലിയിൽ നിന്ന്, ആ കാര്യവിചാരക വൃത്തിയിൽ നിന്ന് അവനെ നീക്കുവാൻ പോവുകയാണെന്ന് ആ കാര്യവിചാരകന് എങ്ങനെയോ അറിവ് കിട്ടി. അവൻ ചിന്തിക്കാൻ തുടങ്ങി,
ഈ കാര്യവിചാരകത്തിൽ നിന്ന് എന്നെ മാറ്റിയാൽ എനിക്ക് അധ്വാനിച്ച് ജീവിക്കാൻ കഴിയുകയില്ല, ഇരുന്ന് ജീവിക്കാൻ എൻ്റെ അഭിമാനം സമ്മതിക്കുകയില്ല. ആ കാര്യവിചാരകൻ വളരെ ബുദ്ധിമാനായിരുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. അവൻ വളരെ ആലോചിച്ചു, ഇനി ഞാൻ എന്തു ചെയ്യും, എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന്. ദൈവത്തിന് സ്തോത്രം. 4-ാമത്തെ വാക്യം വായിക്കാം. എന്നെ കാര്യവിചാരത്തിൽ നിന്ന് നീക്കിയാൽ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്തോളുവാൻ തക്കവണ്ണം ഞാൻ ചെയ്യേണ്ടത് എന്ത് എന്ന്. ദൈവത്തിന് ഈ യജമാനന്റെ സമ്പത്ത് വായ്പയായിട്ട് കൊടുത്തിരുന്ന അനേകരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യവിചാരകൻ ചിന്തിച്ചു, എങ്ങനെ എനിക്കിനി മുമ്പോട്ട് പോകാൻ കഴിയും, കാര്യവിചാരകത്തിൽ നിന്ന് എൻ്റെ യജമാനൻ എന്നെ നീക്കുകയാണെന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവൻ വളരെ ആലോചിച്ച് അവന് തോന്നിയ ഒരു ബുദ്ധിയാണ്. വായിക്കാം. പിന്നെ അവൻ യജമാനന്റെ കടക്കാരിൽ ഓരോരുത്തനെ വരുത്തി. പ്രിയപ്പെട്ടവരെ, ഈ യജമാനന്റെ കടം കൊടുത്തിരുന്ന ആ ജോലിയൊക്കെ ഒരുപക്ഷെ ഈ കാര്യവിചാരകനായിരിക്കാൻ ചെയ്തിരുന്നത്. ആ കടം കൊണ്ടിരുന്ന ഓരോരുത്തരെ വരുത്തി. 1-ാമത്തൻ വന്നപ്പോൾ ആ കാര്യവിചാരകൻ അവനോട് ചോദിക്കുകയാണ്. വായിച്ചോ. നീ യജമാനന് എത്ര കടംപെട്ടിരിക്കുന്നു നീ യജമാനന് എത്ര കടംപെട്ടിട്ടുണ്ട്, എന്റെ യജമാനന് നീ എന്താണ് കൊടുക്കാനുള്ളത് എന്ന് ചോദിച്ചു. വായിച്ചോ. 100 കുടം എണ്ണ എന്ന് അവൻ ഞാൻ പറഞ്ഞു. 100 കുടം എണ്ണ കടംപെട്ടിരിക്കുകയാണെന്ന് ആ കാര്യവിചാരകനോട് ആ കടംപെട്ടവൻ പറയുകയാണ്. വായിച്ചോ. അവൻ അവനോട് നിന്റെ കൈച്ചീട്ട് വാങ്ങി വേഗം ഇരുന്ന് 50 എന്ന് എഴുതുക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ കാര്യവിചാരകൻ പറഞ്ഞു, നിന്റെ കൈച്ചീട്ട് വാങ്ങിയിട്ട് 100 എന്നുള്ളത് മാറ്റി അത് 50 എന്ന് എഴുതിക്കൊള്ളുക. അത് പകുതിയായി ഇളച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. താഴോട്ട് വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, മറ്റൊരാൾ വന്നു, കടംപെട്ടവൻ. അവനോട് ചോദിച്ചു, നീ എത്ര കടംപെട്ടിട്ടുണ്ട് എന്ന്. അവൻ പറഞ്ഞു, ഞാൻ 100 പറ ഗോതമ്പ് കടംപെട്ടിരിക്കുകയാണെന്ന്. ദൈവമക്കളെ, അവന്റെ കടച്ചീട്ടും വാങ്ങി ആ 100 മാറ്റി 80 ആക്കി കൊടുത്തു. ദൈവമക്കളെ, എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്, അവൻ ചെയ്തത് നീതിയല്ല, സത്യസന്ധതയല്ല, ദൈവസന്നിധിയിൽ പ്രസാദമുള്ള കാര്യമല്ല. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, അവൻ അനീതിയുള്ള കാര്യവിചാരകനായിരുന്നു. എന്നാൽ കർത്താവ് അവനെ പ്രശംസിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. 8 വായിച്ചേ. ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട് അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചതുകൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി. യജമാനൻ അവനെ പുകഴ്ത്തിയിട്ട് പറയുകയാണ്, വെളിച്ച മക്കളേക്കാൾ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി ജീവിക്കുന്ന ദൈവമക്കളേക്കാൾ, ഈ വെളിച്ച മക്കളേക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ. വായിക്കാം. ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. യജമാനൻ അത്ഭുതപ്പെട്ടു പോയി. വെളിച്ച മക്കളേക്കാൾ ഈ ലോകത്തിന്റെ തലമുറയില് ഈ ലോകത്തിന്റെ മക്കള് ബുദ്ധിയേറിയവരാണെന്ന്. ദൈവമക്കളെ, എന്താ നാം മനസ്സിലാക്കേണ്ടത്, അവൻ ചെയ്തത് നീതിയൊന്നുമല്ല, ന്യായമല്ല, എന്നാൽ അവൻ വളരെ ബുദ്ധിയോടെ കാര്യക്ഷമതയോടെ പ്രിയപ്പെട്ടവരെ കാര്യങ്ങളെ അവൻ കൈകാര്യം ചെയ്തു എന്നാണ് കർത്താവോടെ പറഞ്ഞിരിക്കുന്നത്. അവൻ ചെയ്തത് ന്യായമല്ല, നീതിയല്ല, ഒരിക്കലും ദൈവസന്നിധിയിൽ യോഗ്യമായ കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം കേൾക്കുമ്പോൾ എളിയവരായി നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ദൈവമക്കളെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സാഹചര്യങ്ങളില്, ഔദ്യോഗിക ജീവിതത്തില്, കുടുംബജീവിതത്തില്, ദൈവം തന്ന സമ്പത്തില്, പ്രിയപ്പെട്ടവരെ, നാം കൈകാര്യം ചെയ്യുന്ന ഇടങ്ങളിലേക്കെല്ലാം ഒന്ന് കണ്ണോടിച്ച് നോക്കിയിട്ട് എൻ്റെ ദൈവം നോക്കുമ്പോൾ, ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കുന്നുവെന്ന് അവിടെ കൈമുദ്ര വെച്ച് തരുമോ? അതോ വെളിച്ച മക്കളേക്കാൾ നാം ബുദ്ധിയേറിയ ലോകമക്കളാണ് എന്ന് പ്രശംസിച്ച് തള്ളിവിടുകയുള്ളൂ എന്ന് ദൈവമക്കളെ നാം എന്നും ചിന്തിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തില് കറ പറ്റുന്നുണ്ടോ എന്ന്. ഞാൻ ഈ ലോകത്തിലെ സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ, എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തയോടെയാണോ ചെയ്തതെന്ന് പ്രിയപ്പെട്ടവരെ, അതോ അവിശ്വസ്തരായി പോയിട്ടുണ്ടോ? നമ്മുടെ കുടുംബജീവിതത്തില്, നമ്മുടെ ഔദ്യോഗിക ജീവിതത്തില്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പത്തിന്റെ വിനിമയ കാര്യങ്ങളൊക്കെ നാം വിശ്വസ്തരാണോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കണം, സ്വർഗത്തിലെ ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുന്ന നാം വിശ്വസ്തരാണോ? പ്രിയപ്പെട്ടവരെ, നാം സത്യസന്ധരാണോ? പ്രിയപ്പെട്ടവരെ, അതോ നാം സത്യമില്ലാത്ത വിശ്വാസികളാണോ? അതോ ഹൃദയപരവാർത്തയില്ലാത്ത ആത്മീയരാണോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിച്ചു നോക്കണം. സഹോദരാ, നീ കേട്ടുകൊള്ളുക, ഒരുപക്ഷെ ഈ ലോകത്തിൽ ആരും അറിഞ്ഞിട്ടുണ്ടാകില്ല, ആരും നിന്നെ ചോദ്യം ചെയ്തു എന്ന് വരികയില്ല, ആരും നിന്റെ മേലെ അധികാര സ്ഥാനത്ത് ഉണ്ടായി എന്ന് വരികയില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേട്ടുകൊള്ളുക, ഇതെല്ലാം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് നടത്തുന്ന ഒരു ദിവസമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ മക്കൾ വെളിച്ച മക്കളെക്കാൾ ബുദ്ധി കൂർമ്മതയുള്ളവരായിരുന്നുവെന്ന്, ബുദ്ധിയോടെ കാര്യം ചെയ്തു എന്ന്. ദൈവമക്കളെ, അവൻ എന്തു ചെയ്തു? ഈ യജമാനന്റെ കാര്യവിചാരകത്തിൽ നിന്ന് തന്നെ നീക്കിക്കളയുമ്പോൾ ഈ കടമിളച്ചു കൊടുത്ത
അനീതിയായിട്ടാണെങ്കിലും കടം ഇളച്ചു കൊടുത്ത അവരെനിക്ക് സഹായം ചെയ്യും, അവരെന്നെ ചേർത്ത് നിർത്തുമെന്ന് ആ മനുഷ്യൻ ചിന്തിച്ചു എന്ന് കർത്താവ് പറഞ്ഞതാണ്. എന്ത് അനീതിയാണ് അവൻ ചെയ്തതെങ്കിലും അവൻ വളരെ ബുദ്ധിമാനായിരുന്നു എന്ന്. അതാണ് കർത്താവ് പറഞ്ഞത്, അനീതിയുള്ള മമ്മോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീനെന്ന്. ദൈവമക്കളെ, നമുക്ക് തന്നിരിക്കുന്നതെല്ലാം അത് സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കുന്നതാണോ എന്ന് ചിന്തിക്കണം. ഞാൻ പിന്നെയും ചോദിക്കട്ടെ ദൈവമക്കളെ, നമ്മുടെ സമ്പത്തും ബാങ്ക് ബാലൻസും എല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് വെച്ചിട്ട് ദൈവമക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ കർത്താവേ അവിടുന്ന് പ്രസാദിക്കുന്നതാണോ എന്ന്? ദൈവമക്കളെ, സക്കായിയെ കുറിച്ച് നാം ധാരാളം കേട്ടിട്ടുണ്ട്. സക്കായി ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു, അവൻ ധനാഢ്യനായിരുന്നു, സമ്പന്നനായിരുന്നു. ദൈവമക്കളെ, അവന് അന്നുവരെ അവന് പാപബോധം ഉണ്ടായിരുന്നില്ല. അവന്റെ സമ്പത്തിനോട് ശുദ്ധീകരണം ആവശ്യമാണെന്ന് അവൻ ചിന്തിച്ചിരുന്നില്ല. ദൈവമക്കളെ, യേശു സക്കായിയോടുകൂടെ നടന്ന് സക്കായിയുടെ ഭവനത്തിലേക്ക് പോകുമ്പോൾ കൂടി നിന്നവര്, പ്രിയപ്പെട്ടവരെ, അവര് കുശുകുശിക്കാൻ തുടങ്ങിയെന്ത്, അയ്യോ ഈ കഴുത്തറപ്പന്റെ കൂടെയാണോ കർത്താവേ നീ പോകുന്നത്? ഇവനെ ഞങ്ങൾക്കറിയാൻ മേലേ, ഇവന്റെ സ്വഭാവം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ, ഇവന്റെ സമ്പത്ത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ, ഇവന്റെ ഈ മണിമാളിയുടെ ഒക്കെ പിന്നിലുള്ള ആ വ്യാപാരം എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അതെല്ലാം ആ ജനം കുശുകുശിക്കുമ്പോഴും അവര് പിറുപിറുക്കുമ്പോഴും ദൈവമക്കളെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സക്കായിയുടെ ഉള്ളം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സക്കായിയുടെ ഉള്ളിൽ വലിയ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അഖിലാണ്ടത്തിന്റെ ഉടയവൻ, സത്യ വെളിച്ചമായവൻ സക്കായിയോട് കൂടെ നടക്കുകയാണ്. ഇങ്ങോട്ട് സക്കായിയെ ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന്. അനീതി പാർത്ത, അധർമ്മം നിറഞ്ഞ, അവിഹിതമായ സമ്പത്ത് നിറഞ്ഞ സക്കായിയെ നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ പാർക്കേണ്ടതാകുന്നു എന്ന്. ദൈവം ഇതിലെ നീ മനസ്സിലാക്കണമെന്ത്, നിന്റെ സമ്പാദ്യം അവിഹിതമായതാണെങ്കിലും, നിന്റെ കഴിഞ്ഞ കാലങ്ങൾ മ്ലേച്ഛ നിറഞ്ഞതാണെങ്കിലും, നിന്റെ വഴികളൊന്നും സത്യസന്ധതയുള്ളതായിരുന്നില്ലെങ്കിലും മകനെ നീ ഓർത്തുകൊള്ളുക, നിന്നോടുകൂടെ പാർക്കാൻ കൊതിക്കുന്ന, നിന്നെ രൂപാന്തരപ്പെടുത്താൻ കൊതിക്കുന്ന, നിന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളവനായ സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹമാണ് മകനെ നിന്നോട് വാദിക്കുന്നത്. ദൈവമക്കളെ, ലോകം കുശുകുശിക്കട്ടെ, ജനങ്ങൾ പിറുപിറുക്കട്ടെ, പ്രിയപ്പെട്ടവരെ, സ്വന്തക്കാരെല്ലാം അവിശ്വസ്തയോടും അല്ലെങ്കിൽ സംശയ വിചാരങ്ങളോടും നമ്മെ നോക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഹൃദയം നീതിയുള്ളതാണോ? നിങ്ങളുടെ ഹൃദയം സത്യസന്ധതയുള്ളതാണോ? ആരെല്ലാം കുറ്റപ്പെടുത്തിയാൽ എന്താ? സക്കായിക്ക് യഥാർത്ഥമായൊരു മാനസാന്തരം വന്നു. സക്കായി കർത്താവിനോട് പറഞ്ഞു, അയ്യോ എൻ്റെ സമ്പത്തൊന്നും നല്ലതല്ല, എൻ്റെ വസ്തുവ നേരായ മാർഗത്തിലുള്ളതല്ല, അതെല്ലാം ഞാൻ പകരം ചെയ്യാൻ പോവുകയാണെന്ന്, അതിനെല്ലാം ഞാൻ പ്രതിവിധി വരുത്താൻ പോവുകയാണെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടി പറഞ്ഞ ദൈവമക്കളിൽ സക്കായി ഒരു തീരുമാനമെടുത്തു. എന്ത്? കർത്താവേ, ഞാൻ അത്തിയിൽ കയറിയതുപോലെയല്ല, ഇനി ഞാനൊരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കുമെന്ന്. കർത്താവേ, ഈ അത്തിയിൽ കയറി മറിഞ്ഞിരുന്നത് പോലെയല്ല, നീ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞത് മുതൽ ഞാനൊരു പുതിയ മനുഷ്യനായി ജീവിക്കുമെന്ന്. എൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെടണമെന്ന്. ദൈവമക്കളെ, എന്താ നാം മനസ്സിലാക്കിയത്? ദൈവമക്കളെ എല്ലാം ശുദ്ധീകരിക്കാൻ കൃപ തന്ന, എല്ലാം കഴുകിത്തരുന്ന, എല്ലാം ക്ഷമിച്ചു തരുന്ന ആ കാൽവറിയിലെ സ്നേഹത്തിൻ്റെ അരികിലാണ് നാം വന്നിരിക്കുന്നത്. ദൈവമക്കളെ, വെളിച്ച മക്കളേക്കാൾ ഈ ലോകത്തിൻ്റെ മക്കള് വിശേഷതയുള്ളവരാണ്, ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നവരാണെന്ന്. എന്താട്ട് വായിക്കാം, 11-ാമത്തെ വാക്യം വായിച്ചേ. അതിൻ്റെ നിങ്ങൾ അനീതിയുള്ള മമ്മോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും? ഈ അനീതിയുള്ള മമ്മോനില്, ഈ സമ്പത്താകുന്ന കാര്യങ്ങളില് നിങ്ങൾ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആര് ഭരമേൽപ്പിക്കും? യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, 100% വിശ്വസ്തയോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഞാൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് 100% വിശ്വസ്തനായി നിൽക്കാൻ കഴിയുമോ എന്ന്? ഈ നിസ്സാരനായി ഞാൻ പറയും ദൈവമക്കളെ, 100% വിശ്വസ്തനായി നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ദൈവത്തിലെ നിന്റെ ആത്മാവിനെ പ്രതി, സ്വർഗരാജ്യത്തെ പ്രതി, ദൈവസ്നേഹത്തെ പ്രതി അതെല്ലാം നീ വിട്ടുകൊള്ളണം. അതിനോടെല്ലാം നീ യാത്ര പറഞ്ഞുകൊള്ളണം. സഹോദര, ആത്മാവ് നഷ്ടമായി പോകരുത്. അനീതിയുള്ള മാമോനിൽ നിങ്ങൾ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് ആര് നിങ്ങളെ ഭരമേൽപ്പിക്കും? അന്യമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആര് തരും? ദൈവത്തിന് സ്തോത്രം. തുടർന്ന് കർത്താവ് പിന്നെയും പറഞ്ഞതാണ്, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്ക് കഴിയയില്ല എന്ന്. ദൈവമക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ആ സക്കായിയുടെ ഹൃദയം
പിന്നെ എന്തു മാറ്റമുള്ളതായിരിക്കും. യോഹന്നാൻ സ്നാപകൻ ആ യോർദാൻ നദിയുടെ തീരത്തേക്ക് സ്നാനമേൽക്കാൻ വന്നവരോട് പറഞ്ഞു, കൽപ്പിച്ചതിലധികമൊന്നും നിങ്ങൾ പിരിക്കരുത്, നിങ്ങൾക്ക് ശമ്പളമുണ്ടെങ്കിൽ അത് മതിയെന്ന് വെക്കണം. പിന്നെ സക്കായി ആ റോമൻ ഗവൺമെന്റ് പറഞ്ഞതിലധികം എന്തെങ്കിലും പിരിക്കുമോ? നിങ്ങൾ ചിന്തിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ? അതുവരെ പിരിച്ചത് എന്ത് ആയിക്കോട്ടെ, പിന്നെ 100% സത്യസന്ധതയുള്ള ഹൃദയമാണ് സക്കായിയുടെ ഹൃദയം. ഈ മക്കളെ നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ കർത്താവോട് വസിക്കുകയില്ല കേട്ടോ പ്രിയപ്പെട്ടവരെ. കർത്താവോട് വസിക്കണമെങ്കിൽ അത് ശുദ്ധീകരിക്കപ്പെടണം. ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. എൻ്റെയും നിങ്ങളുടെയും ഭവനം ശുദ്ധീകരിക്കപ്പെടണം. എന്തിനാ? കർത്താവ് വസിക്കാൻ, പരിശുദ്ധാത്മാവ് വസിക്കാൻ. സഹോദര, വായി തുറക്കുമ്പോൾ സ്വർഗത്തിലെ വചനം ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ. ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, എൻ്റെ യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ മറഞ്ഞെന്ന് ചോദിക്കട്ടെ, തിരുവചനം പറയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ? എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, വായി തുറക്കുമ്പോൾ സ്വർഗത്തിലെ മാറ്റമില്ലാത്ത വചനം ഈ നിസ്സാരനായ എൻ്റെ നാവിൽ വരയ്ക്കാൻ തക്കവണ്ണം എൻ്റെ കർത്താവേ എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ കഴുകണമേ, തിരുരക്തം കൊണ്ട് എന്നെ മുദ്രയിടണമേ. എൻ്റെ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ദൈവമക്കളെ, തിരുവചനം പറയുന്ന ദൈവവേലയിൽ എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. കർത്താവേ, സ്വർഗത്തിലെത്തി ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ തക്കവണ്ണം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഇന്നായില്ലെങ്കിൽ നമ്മളെ ആക്കും പ്രിയപ്പെട്ടവരെ. ഇന്നായില്ലെങ്കിൽ നമുക്കതാകണം പ്രിയപ്പെട്ടവരെ. നാം കൊതിക്കണം, നാം പ്രാർത്ഥിക്കണം. കർത്താവേ, എഴുന്നേറ്റ് നിൽക്കുന്ന ഓരോ മക്കളുടെ നാവിലൂടെയും ആരെഴുന്നേറ്റ് നിന്നു എന്നല്ല പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം പ്രസംഗിച്ചു എന്നല്ല, എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരണം. ദൈവമക്കളെ, എമ്മൗസിലേക്ക് പോയ നിരാശപ്പെട്ട് മുഖം പാടിയിരുന്ന ശിഷ്യന്മാരോട് കൂടെ നടന്ന, അവരുടെ ഉള്ളം കത്തുന്ന വചനം പറഞ്ഞ ആ യേശു നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു. ദൈവമക്കളെ, നാം കൊതിക്കണം, നാം പ്രാർത്ഥിക്കണം, നമ്മെ തന്നെ ഒരുക്കണം, നമ്മെ തന്നെ സമർപ്പിക്കണം. കർത്താവേ, സ്വർഗത്തിലെത്തി ഭൂമിയിലേക്ക് ഇറങ്ങി വരണമേ എന്ന്. ഏലിയാവിൻ്റെ യാഗപീഠത്തിൽ ഇറങ്ങിയ സ്വർഗത്തിലെത്തി ഇസ്രായേലിന്റെ നടുവില് ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെത്തി ഭൂമിയിലേക്ക് ഇറങ്ങി. ദൈവമക്കളെ, അഡ്രസ് ഇല്ലാത്ത തിസ്ബയിൽ നിന്നുള്ള തിസ്ബനായ ഏലിയാവെന്ന് മാത്രമേ അവനോട് അഡ്രസ് ഉള്ളൂ. ദൈവമക്കളെ, ആ പ്രവാചകൻ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെത്തി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഏലിയാവ് ബലഹീനതകളുള്ള മനുഷ്യനായിരുന്നു, ഭയപ്പാടുകളുള്ള മനുഷ്യനായിരുന്നു, മരണഭയമുള്ള മനുഷ്യനായിരുന്നു. ദൈവമക്കളെ, അതെല്ലാം പിന്നെ തെളിഞ്ഞു വന്നു. എന്നാൽ നാം മനസ്സിലാക്കണമെന്ത്, അതൊന്നും എൻ്റെ കർത്താവിന് പ്രവർത്തിക്കാൻ തടസ്സമായിരുന്നില്ല. ദൈവമക്കളെ, ഈ ഭൂമിയുടെ ഒരു കോണിലിരുന്ന്, ശത്രുക്കളുടെ നടുവിലിരുന്ന്, അനേക പരിഹാസികളുടെ നടുവിലിരുന്ന് ഏലിയാവ് ഏകനായി സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു, യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ എന്ന്. ദൈവമക്കളെ, സ്വർഗത്തിലെത്തി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. നമ്മെ ഒന്ന് മാറ്റി മറിക്കണം കർത്താവേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം കർത്താവേ, ഞങ്ങളുടെ പ്രകൃതം മാറ്റണം കർത്താവേ, ഞങ്ങളെ നിന്റെ ആത്മാവ് കൊണ്ട് നിറയ്ക്കണം കർത്താവേ. തേജസ്സിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ, പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, സ്വർഗം മഹത്വം എടുക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെല്ലാം കഴുകി തന്ന ആ കാൽവരിയിലെ സ്നേഹം കൊണ്ട് നമുക്ക് നിറയണം പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെത്തി ഭൂമിയിലേക്ക് ഇറങ്ങി വരണം. നാം ഈ ലോകത്തിലെ കാര്യങ്ങളിൽ 100% വിശ്വസ്തരാണെങ്കിൽ സ്വർഗത്തിന്റെ കാര്യപരിപാടിയോട് നമ്മെ ചേർത്ത് നിർത്തുകയുള്ളൂ. തൽക്കാലമൊക്കെ ചേർന്ന് നിന്നാലും നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. നാം എവിടെയെങ്കിലുമൊക്കെ ഇടറി വീഴും പ്രിയപ്പെട്ടവരെ. ശുശ്രൂഷ ചെയ്യുന്ന ദൈവമക്കളെല്ലാം പ്രാർത്ഥിക്കണം കർത്താവേ. ഞാൻ പറയുന്ന വചനത്തിന്റെ പോയിന്റ് അല്ല, പുതിയ പുതിയ ആലോചനകളല്ല കർത്താവേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ഇറങ്ങി വന്ന, പൂർവികരുടെ കാലത്ത് ഇറങ്ങി വന്ന ആ തേജസിന്റെ അത്തീതിയും ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന്. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഇനി ആത്മാവ് ഇറങ്ങി വരണമേ എന്ന്. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ദൈവമക്കളെ തീ പിടിപ്പിക്കണമേ എന്ന്. ഞങ്ങളുടെ കൂട്ടായ്മയിൽ എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണമേ എന്ന്. പാപികൾ മാനസാന്തരപ്പെടണമേ എന്ന്. സ്വർഗത്തിലേക്ക് ആത്മാക്കൾ ആദായപ്പെടണമേ എന്ന്. ദൈവമക്കളെ, നാം പ്രാർത്ഥിക്കണം.
നാം നമ്മെ തന്നെ സമർപ്പിക്കണം. നാം ദിനംതോറും കർത്താവിൻ്റെ ആത്മാവിൽ നിറയാൻ പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ നാമമഹത്വത്തിനായി ഈ ആയുസ് ചെലവിടാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന്. എൻ്റെ കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരാളെ വെറുത്ത് മറ്റൊരാളോട് പറ്റിച്ചേരും. ഈ രണ്ട് യജമാനന്മാരെ സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നാം മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ? അതൊരു ഇരുമനസ്സുള്ള ഒരു കാര്യമാണെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മ. ഇരുമനസ്സ് പ്രിയപ്പെട്ടവരെ, ആ ഹൃദയം ഒരിക്കലും ഒരു മനസ്സായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ആ രണ്ട് യജമാനോടും പറ്റിച്ചേർന്ന് നിൽക്കാൻ കഴിയുകയില്ല. ആരോടെങ്കിലും ഒരാളോടായിരിക്കും കൂടുതൽ സ്നേഹമുള്ളതെന്ന് 2 രാജാക്കന്മാർ 17:33. അങ്ങനെ അവർ യഹോവയെ ഭജിക്കുകയും തങ്ങൾ വിട്ടു പുറപ്പെട്ടു പോന്ന ജാതികളുടെ മര്യാദ പ്രകാരം സ്വന്തം ദേവന്മാരെ സേവിക്കുകയും ചെയ്തു പോന്നു. 2 വിധത്തിലുള്ള ആരാധനയാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അവർ യഹോവയെ ഭജിക്കുകയും അവർ വിട്ടുപോകുന്ന ആ ജാതീയമായ ആരാധനകൾ, ആചാരങ്ങള്, ഇവിടെ ദൈവമല്ലാത്തതിനെ ആരാധിക്കുന്ന ആ ആരാധനയെ അവർ വിട്ടുകളഞ്ഞില്ല. ദൈവമക്കളെ നാം മനസ്സിലാക്കണമെന്ത്? ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പോന്നുവെങ്കിലും അവരുടെ ഹൃദയത്തിൽ ഇതെല്ലാം അടിവേരുണ്ടായിരുന്നുവെന്ന്. അവർ യഹോവയെ ഭജിക്കുമ്പോഴും അവർ ജാതീയ വിഗ്രഹങ്ങളോട് യാത്ര പറഞ്ഞിരുന്നില്ല എന്ന്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ പാടില്ല. ഏതെങ്കിലും ഒന്നേ പാടുള്ളൂ എന്ന്. രണ്ടും കൂടി പോകരുത്. ഒരു പഴഞ്ചൊല്ലുണ്ട് നമുക്ക്, 2 തോണിയിൽ കാല് വെച്ച് മുമ്പോട്ട് പോകരുത് എന്ന്. നമുക്കറിയാം അത് വളരെ അപകടം പിടിച്ച യാത്രയാണെന്ന്. കാരണം തോണി യാത്ര തുടങ്ങുമ്പോൾ അകന്നകന്നു പോകും. ഒരിക്കലും സുഖകരമായ യാത്രയായിരിക്കില്ല 2 തോണിയിൽ കാല് വെച്ച്. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾക്ക് ദൈവത്തെയും കർത്താവിന്റെ പാനപാത്രവും ഭൂതങ്ങളുടെ പാനപാത്രവും കുടിപ്പാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ട, എന്താ നാം മനസ്സിലാക്കേണ്ടത്? ഒന്നുകിൽ നാം യേശുക്രിസ്തുവിന്റെ വകയാണ്, അല്ലെങ്കിൽ പിശാചിന്റെ വകയാണ്. ദൈവമക്കളെ, രണ്ടിന്റെയും മധ്യത്തിലുള്ള ഒരനുഭവം ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തില് അവിടെ നാം വായിക്കുന്നുണ്ട്, ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനായിരിക്കുമെന്ന്. ഇരുമനസ്സുള്ള, മനസ്സിലൊരു ഉറപ്പില്ലാത്ത ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനായിരിക്കും. സ്ഥിരതയുണ്ടായിരിക്കുകയില്ല, ഒരു ഉറപ്പുണ്ടായിരിക്കുകയില്ല എന്ന്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, പിശാചിനോട് ദൈവമക്കളെ എതിർത്ത് നിൽക്കണം, ദൈവത്തോട് അടുത്ത് ചെല്ലണം. അപ്പോൾ എന്തുണ്ടാകും? പിശാചിനോട് എതിർത്ത് നിന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവമക്കളെ, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, അവൻ നിങ്ങളോടും അടുത്ത് വരും. ദൈവമക്കളെ, നമ്മുടെ ദൈവം നമുക്ക് അടുത്ത് ചെല്ലാൻ ഭാഗത്തിന് നമ്മുടെ അടുക്കലിരിക്കുന്നവനാ. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, അവൻ നിങ്ങളോടും അടുത്ത് വരുമെന്ന്. ദൈവമക്കളെ, നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. നിങ്ങൾ ഒരു നിമിഷം ആ ഉയരത്തിലേക്ക്, കുരിശിലേക്ക് നോക്കി, യേശുവേ, നിന്നോട് അടുത്ത് ജീവിക്കാൻ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് അടുത്തു വരാൻ തക്കവണ്ണം ഇന്ന് എന്നെ ഒരിക്കൽ കൂടി സമർപ്പിക്കുകയാണെന്ന്. ദൈവമക്കളെ, 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയുകയില്ല എന്ന് നിന്റെ വചനം ഞങ്ങൾ കേട്ടല്ലോ. അനീതിയുള്ള മമ്മോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കി ഞങ്ങൾ ജീവിച്ച അവിശ്വസ്തരായ ഒരു കാലമുണ്ടെന്ന് ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ. എന്നാൽ യേശുവേ, ഇന്ന് ഈ നിസ്സാരമായ ജീവിതം അപ്പൻ്റെ മുറിഞ്ഞ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ എത്തുവാൻ തക്കവണ്ണമുള്ള ഒരുക്കവും അതിനുള്ള നിറവും കൃപയും കർത്താവേ, ഈ ലോക യാത്രയില്, ഈ ഓട്ടക്കളത്തില് ഓട്ടമോടി തികപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.